ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. പുതിയ ദിവസത്തിന്റെ നന്മകൾ ആശംസിക്കുന്നു. സങ്കീർത്തനം 51 6 വാക്യമാണ് ഇന്നത്തെ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സങ്കീർത്തനം 51 6 അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ദാവീദ് രചിച്ച ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം, 51 സങ്കീർത്തനം. താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് അനുതപിച്ച് നാഥാൻ പ്രവാചകൻ അത് ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവസന്നദ്ധിയിൽ കരഞ്ഞ് തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അതിനെ കഴുകി വിശുദ്ധീകരിക്കേണ്ടുന്നതിന് ദൈവസന്നദ്ധിയിൽ വിനയപ്പെടുന്ന ആ ഒരു അനുഭവമാണ് 51 സങ്കീർത്തനത്തിന്റെ പ്രമേയം. അതിലെ 6 വാക്യം ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പാടിയത്: അന്തർഭാഗത്തിലെ സത്യമല്ലോ അങ്ങ് ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. അന്തർഭാഗത്തിലെ എന്ന് പറയുമ്പോൾ അകത്തെ, ഉള്ളിലെ, ഉൾഭാഗത്തെ, ഉള്ളിലെ, പുറമെ കാണുവാൻ കഴിയാത്ത ഇടത്തെ സത്യമാണ് നീ ഇച്ഛിക്കുന്നത്. നാം പുറമെ എല്ലാം ഓക്കെ എന്ന് വരുത്തി കാണിച്ച് ജീവിതം നയിക്കുന്നവരാണ്. മനുഷ്യ ജീവിതത്തിലെ സത്യങ്ങളെല്ലാം കാപട്യങ്ങളും അഭിനയങ്ങളും നാട്യങ്ങളുമൊക്കെയാണ് തീർച്ചയായിട്ടും. ഉദാഹരണം, ഒരാൾ സുഖമുണ്ടോ എന്ന് ചോദിക്കുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന മട്ടിലൊരു മറുപടി നൽകുമ്പോഴും കുഴപ്പമുണ്ടോ കുഴപ്പമില്ലയോ നന്നായിരിക്കുന്നു എന്നുള്ളത് നാം വ്യക്തമാക്കാനായിട്ട് മടിക്കുന്നുണ്ട്. ചിലരാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ള് പുകഞ്ഞ് നീറി വേദനിക്കുമ്പോഴും പുഞ്ചിരി വരുത്തി ഓക്കെയാണ് എന്നുള്ള രീതിയിൽ പെരുമാറും. ചിലരാണ് എങ്കിൽ വേണ്ടാത്ത വിഷമമൊക്കെ അഭിനയിച്ച് ആൾക്കാരുടെ ഇടയിൽ പെരുമാറും. മനുഷ്യന്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമുക്ക് പരസ്പരം കണ്ടെത്തുവാനോ അറിയുവാനോ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബജീവിതങ്ങളിലും ബന്ധങ്ങളിലും വളരെയധികം പ്രതിസന്ധികൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ സത്യം എന്താണ്, അവരുടെ ഉള്ളിൽ എന്താണ്, ആർക്കും പിടുത്തമില്ല. എപ്പോൾ എങ്ങനെ മനുഷ്യൻ പ്രതികരിക്കും, അടുത്ത അവൻ്റെ ചലനം എന്താണ്, വ്യക്തമല്ല. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിലെ സത്യമാണ്. സത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ സത്യം ഉണ്ടാകണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ, മനസ്സിൽ, ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ സത്യം നിറയപ്പെടണമെങ്കിൽ, കാപട്യം നീങ്ങിപ്പോകണമെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: അതിനുവേണ്ടി എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം ഗ്രഹിപ്പിക്കണം എന്നാണ്. പ്രിയമുള്ളവരെ, 3 കാര്യങ്ങളാണ് വേഗത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വചനം ഒരു പുതിയ തുടക്കത്തെ കുറിക്കുന്നു. കാരണം ആന്തരിക സത്യസന്ധത ഉണ്ടായാൽ മാത്രമേ ദൈവം നമുക്ക് ആത്മീകമായുള്ള മാറ്റം നൽകുകയുള്ളൂ എന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. ദാവീദിന്റെ ജീവിതം തന്നെയാണ് അതിന് ഉദാഹരണം. അയാൾ ചെയ്ത പാപം അയാൾക്ക് തന്നെ ഓർമ്മയില്ലാതെയോ അല്ലെങ്കിൽ മറച്ചു പിടിച്ചോ അയാൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. രാജകൊട്ടാരത്തിൽ ചെയ്ത പാപം എന്താണ്? ഊരിയാവിനെ യുദ്ധകളത്തിൽ കൊന്ന് ബാത്ശേബയെ ഭാര്യയായിട്ടെടുക്കുന്ന, അല്ലെങ്കിൽ അവളെ കിടപ്പറയിൽ കൊണ്ടുവന്നതിന് ശേഷം അവളിൽ ഉണ്ടാകുന്ന കുഞ്ഞിന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയിൽ ഊരിയാവിനെ, അവളുടെ ശരിക്കുള്ള ഭർത്താവിനെ തൻ്റെ സൈന്യത്തിന്റെ ഇടയിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള കൽപ്പന കൊടുക്കുകയും അതിനു വേണ്ട പദ്ധതി തയ്യാറാക്കുകയൊക്കെ ചെയ്തതാണ്. ചെയ്ത തെറ്റൊന്നല്ല. പരസംഗം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുന്നു, മറ്റൊരു വ്യക്തിയുടെ ഭാര്യയെ സ്വന്തമാക്കുവാൻ മോഹിക്കുന്നു, ഒപ്പം ഊരിയാവിനെ കൊലപ്പെടുത്തുന്നു, അതിനുവേണ്ടിയുള്ള ഗൂഢാലോചന ഉണ്ടാകുന്നു, അതിനുവേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നു. അങ്ങനെ ചെയ്ത പാപങ്ങൾ അനവധിയാണ്. എന്നാൽ അതിന്റെ ഗൗരവം ഓർക്കാതെ ദാവീദ് ജീവിക്കുമ്പോൾ നാഥാൻ വന്ന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ദാവീദിന്റെ മുന്നിൽ. ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് ആ നീചനായ മനുഷ്യൻ നീ തന്നെയാണ് എന്നൊക്കെ ദാവീദിനെ ഓർമ്മപ്പെടുത്തുമ്പോൾ, അപ്പോൾ
ദാവീദിന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന് ആരംഭം കുറിക്കുകയാണ്. അതായത് അതുവരെയുള്ള അഭിനയവും കാപട്യവും നാട്യവും എല്ലാം അവന്റെ ഉള്ളിൽ നിന്ന് അഴിഞ്ഞു പോകുന്നു. ഉള്ളിന്റെ ഉള്ളിലെ അവൻ എന്താണോ അത് പുറത്തു വരുന്നു. പുറത്തു വന്നപ്പോൾ അവന് പിന്നെ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ല. ദൈവത്തോട് ഏറ്റുപറഞ്ഞേ മതിയാവും. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടേ മതിയാവും. അങ്ങനെ ദൈവത്തോട് കരഞ്ഞ് നിലവിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്യങ്ങളെ നമുക്ക് മാറ്റിവെക്കാം. ദൈവത്തോട് നമുക്ക് ചോദിക്കാം, കർത്താവേ, ഞാൻ എന്താണോ എൻ്റെ ഉള്ളിൽ അത് നീ ആഗ്രഹിക്കുന്നതാണോ? ഞാൻ ഈ ജീവിക്കുന്നത് ഇങ്ങനെ അഭിനയിച്ച് നടിച്ച് ജീവിക്കുന്നത് നിനക്കിഷ്ടമുണ്ടോ? ദൈവത്തോട് ചോദിച്ചു നോക്കിയേ. ദൈവം നമ്മോട് സംസാരിക്കും, തീർച്ചയായിട്ടും സംസാരിക്കും. എന്നിട്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി സത്യമാകുന്ന ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ കടാക്ഷിക്കണം, ദൈവിക ജ്ഞാനം നമുക്ക് നൽകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കും. രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ നമുക്ക് സത്യസന്ധതയുടെ ആവശ്യമുണ്ട്. അത് മനുഷ്യനുമായുള്ള ബന്ധത്തിൽ മാത്രമല്ല, ദൈവവുമായുള്ള ബന്ധത്തിൽ. ദൈവം മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പാപമില്ലായ്മയല്ല. കാരണം ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം മനുഷ്യന്റെ പാപ സ്വഭാവം അവന്റെ ബ്ലഡിലുള്ളതാണ്. പാപത്തിലേക്കുള്ള അവന്റെ ചായ്വും പാപ സ്വഭാവവും അവന്റെ രക്തത്തിൽ അലിഞ്ഞതാണ്. പിന്നെ എങ്ങനെ അത് മാറ്റും? അത് മാറ്റാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ, പുത്രന്റെ രക്തത്തിലൂടെ. അപ്പൊ മനസ്സിലാക്കുക, സാധാരണ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് പാപമില്ലായ്മയല്ല, പാപത്തെക്കുറിച്ച് സത്യസന്ധമായ പ്രതികരണമാണ്. പാപത്തെക്കുറിച്ച് എനിക്ക് പാപമില്ല, ഞാൻ നീറ്റാണ്, ഞാൻ ക്ലീൻ ആണ് എന്ന് വാദിക്കുന്നതിനേക്കാൾ ദൈവം ഇഷ്ടപ്പെടുന്നത് എന്റെ ജീവിതത്തിൽ ഇന്ന കുറവുണ്ട് ദൈവമേ എന്ന് സമ്മതിക്കുന്നവനെയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഏദനിൽ ദൈവം ചോദിക്കുന്നുണ്ട്, നീ എവിടെ? അപ്പൊ മനുഷ്യൻ പറയും, നഗ്നനാകൊണ്ട് ഞങ്ങൾ ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ കർത്താവ് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ നഗ്നരെന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ ഫലം കഴിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ അവരുടെ മറുപടി എന്തായിരിക്കണം? സ്വാഭാവികമായിട്ടും ചോദ്യത്തിന് അനുസരിച്ചുള്ള ഉത്തരം കഴിച്ചു എന്ന് പറയണമായിരുന്നു. പക്ഷെ അവർ എന്ത് ചെയ്തു? സ്വയം ന്യായീകരിച്ച് നീതീകരിച്ച് തനിക്ക് തുണയായി കൊടുത്ത ഭാര്യയാണ് തന്നത്, അത് ദൈവമേ നീയല്ലേ അവളെ എനിക്ക് തന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. സ്ത്രീയോട് ചോദിക്കുമ്പോൾ പാമ്പ് എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് പാമ്പ് പറ്റിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരാരും, ഈ രണ്ടുപേരിൽ ആരും ഞാൻ കഴിച്ചു എന്ന് സമ്മതിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അവിടെ ഏദനിൽ ആദാമും ഹവ്വയും ഞങ്ങൾ അബദ്ധം പറ്റി ഞങ്ങൾ ആ പഴം കഴിച്ചുപോയി എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോൾ മാനവരാശിയുടെ ഈ ഒരു പാപത്തിന്റെ ആ ഒരു ലൈനിലുള്ള ജീവിതം ഒരുപക്ഷെ മാറി കിട്ടിയേനെ, ദൈവം കരുണ കാണിച്ചേനെ എന്ന് തോന്നുന്നു. പക്ഷേ നമ്മള് ഇപ്പോൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അത് കണക്കുള്ള സ്വഭാവമുള്ള നമ്മുടെ പൂർവികർ, ആദിമാതാപിതാക്കൾ, അവർ നമ്മളെ പോലെ തന്നെ പ്രതികരിച്ചു. നമ്മുടെ കുറ്റവും കുറവും അടുത്തവന്റെ തലയിൽ കെട്ടിവെച്ചു. സംഭവിച്ചത് മനുഷ്യന് ഏതിൽ നിന്ന് പുറത്തോട്ട് പോവേണ്ടി വന്നു. ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിച്ചത് കുറവില്ലായ്മയല്ല, പാപമില്ലായ്മയല്ല, ഉള്ളതെന്താണോ അത് അതുപോലെ സമ്മതിക്കുക. പത്രോസ് അത് ചെയ്യുന്നുണ്ട്. പത്രോസ് തള്ളിപ്പറഞ്ഞു. പക്ഷെ 3 വട്ടം കോഴി കൂകി. തമ്പുരാന്റെ ആ മിഴികളിലെ നോട്ടം ഒരുപക്ഷെ അവനിൽ എത്തിപ്പെട്ടപ്പോൾ, അവന്റെ കണ്ണുടക്കിയപ്പോഴായിരിക്കണം പുറത്തുപോയി എങ്ങലടിച്ച് കരയുന്നുണ്ട്. അത് അനുതാപമായിരുന്നു, ഏറ്റുപറച്ചിലായിരുന്നു, തൻ്റെ കുറവിനെ സമ്മതിക്കലായിരുന്നു. അപ്പോൾ പത്രോസിനെ ദൈവം സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് കുറവുകളെ ഏറ്റുപറയുക, സമ്മതിക്കുക എന്നുള്ളതാണ് പ്രഥമമായും ആദ്യമായും ഉണ്ടാകേണ്ടത്. അപ്പോൾ ദൈവം തൻ്റെ ജ്ഞാനം നമുക്ക് തരും. മനസ്സിലാക്കുക, നമ്മുടെ കുറവുകൾ, നമ്മൾ കുറവുള്ളവരാണ് എന്ന് സമ്മതിക്കുമ്പോൾ ദൈവം തൻ്റെ സത്യം കൊണ്ട് നമ്മെ നിറയ്ക്കുവാനായിട്ട്, സത്യമാകുന്ന ക്രിസ്തുവിനെ അറിയുവാനായിട്ടുള്ള ജ്ഞാനം നമുക്ക് നൽകുകയും ക്രിസ്തുവിലൂടെയുള്ള വിശുദ്ധീകരണം രക്തത്തിലൂടെ, വചനത്തിലൂടെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് ദൈവം കൃപ ഒരുക്കും. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ ദൈവം ഹൃദയത്തെയാണ് നോക്കുന്നത് എന്ന് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാപട്യം വെടിഞ്ഞ് ദൈവത്തിന് മുൻപിൽ നഗ്നരായി നിൽക്കുവാൻ ദൈവവചനം നമ്മെ വെല്ലുവിളിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ പുറമോടിയായിട്ട് അണിഞ്ഞു വച്ചിരിക്കുന്ന അത്തിയില കണക്കുള്ള എല്ലാ അനുഭവം നമ്മളെടുത്ത് അണിഞ്ഞതാണ്. അതൊക്കെ അത്തിയില പോലുള്ള അനുഭവം. പാപം ചെയ്തിട്ടും എല്ലാവരും അന്ന് ധരിച്ച് ജീവിക്കുക, മദ്യപിച്ചിട്ടും അത് മറച്ചു വെച്ച് ജീവിക്കുക,
മറ്റ് പല വിധത്തിൽ വഴിവിട്ട ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടും, ബന്ധങ്ങൾ ഒരുപക്ഷെ ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ കൊണ്ടു നടക്കുമ്പോഴും നല്ലവനായി നല്ലവളായി ചമയുക, ഇതൊക്കെ നമ്മളെടുത്ത് അണിഞ്ഞ കാപട്യങ്ങളാണ്. അതെല്ലാം അഴിച്ചു വച്ചിട്ട് എന്താണോ ഞാൻ, അങ്ങനെ ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. അതായത് കുറവുകളൊക്കെ സമ്മതിച്ചുകൊണ്ട്. ഈ വചനം നമ്മെ അതിനുവേണ്ടി വെല്ലുവിളിക്കുന്നുണ്ട്. നമുക്ക് കഴിയണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. യോഹന്നാൻ 4:24 പറയുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായിട്ട് നമുക്ക് കഴിയണമെന്നാണ്. അതിനെങ്ങനെ സാധിക്കും? എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ, കാരണം നീ അന്തർഭാഗത്തിലെ സത്യമാണ് ഇച്ഛിക്കുന്നത്. എൻ്റെ കുറവുകളെ കുറിച്ച് ഉണരുവാനുള്ള ജ്ഞാനം ദൈവമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആത്മാവിൻ്റെ ദിവ്യമായ അഭിഷേകത്തിൽ ക്രിസ്തുവാകുന്ന സത്യം നമ്മിൽ വന്ന് നിറയും. കാരണം സത്യം ക്രിസ്തുവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞത് ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് സത്യം. ക്രിസ്തുവാണ് സത്യം. ക്രിസ്തു വന്ന് നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് സമൂലമായ ഒരു മാറ്റം ഉണ്ടാകും. ക്രിസ്തു നമ്മിൽ ദിവ്യമായ കൃപയായി വളരും. കാരണം ക്രിസ്തുവിലാണ് കൃപമേൽ കൃപ ഇരിക്കുന്നത്. അവൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കാപട്യങ്ങളും അഴുക്കും പാപവും നാട്യവും ഒക്കെ കൊണ്ട് നിറയപ്പെട്ടിരിക്കുമ്പോൾ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവസന്നിധി നിലവിളിക്കുവാൻ ഈ സങ്കീർത്തനം നമ്മെ സഹായിക്കും. പ്രത്യേകിച്ച് 51-ാം സങ്കീർത്തനം നമ്മുടെ ദിവസേനയുള്ള പ്രാർത്ഥനയാക്കാം. ദിവസവും ഈ സങ്കീർത്തനം വായിച്ച് നമ്മുടെ ഒരു ദിവസത്തെ ദിനചര്യകളൊക്കെ ഒന്ന് ശോധന ചെയ്തിട്ട്, കർത്താവേ, എവിടെയൊക്കെ എനിക്ക് പാപം വന്നു എന്ന് ചിന്തിച്ച് അതിനെയൊക്കെ തിരഞ്ഞു പിടിച്ചെടുത്ത് ദൈവസന്നിധിയിൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അനുഭവമാക്കി. കാരണം അതങ്ങനെയാണ് പറയുന്നത്, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. സങ്കീർത്തനക്കാരൻ പാടുന്നത് അങ്ങനെയാണ്, പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ഈ സങ്കീർത്തനം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയാക്കാം. പ്രത്യേകിച്ച് 6-ാം വചനം ദൈവത്തോടുള്ള യാചനയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ സത്യമാകുന്ന ക്രിസ്തു വന്ന് നിറയുവാനുള്ള ജ്ഞാനത്തെ എനിക്ക് എൻ്റെ ഉള്ളിൽ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവം കരുണാമയനാണ്, കാരുണ്യവാനാണ്. നമ്മെ കടാക്ഷിക്കും. അവിടുത്തെ കൃപയിൽ നിറയുവാൻ ദൈവം നമുക്ക് മുഖാന്തരം ഒരുക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.